ഇന്നത്തെ വീഡിയോ വണ്ടിയുടെ ചെറിയൊരു പണിയാണേ. അപ്പം ഈ ഒരു ബ്രേക്ക് ക്യാമാണ് ഇവിടെ ശകലം തേയ്മാനം ഉണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ അത് തേഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി വണ്ടി ഓടിയപ്പം ബ്രേക്ക് പെഡലിൽ കാല് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് സ്റ്റക്കാവുകയും ഓപ്പോസിറ്റ് വന്നിട്ട് സാമി വണ്ടിയുടെ നേരെ പോവുകയും ചെയ്തു. അപ്പോൾ ടൂ വീലർ ഉള്ളവർ അത് ഏത് വണ്ടി ആയിക്കോട്ടെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പം പെഡൽ തിരിച്ചു വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് തന്നെ വണ്ടി ചില സമയത്ത് സ്റ്റക്കാവും, പണി കിട്ടാനുള്ള സാധ്യത കൂടി. ഇതിപ്പോൾ പുതിയത് മാറിയതാണ്, ഈ റൈറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലേ ഉണ്ടായിരുന്നു, ഇത് പുതിയ സാധനം ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ചവിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ മുന്നോട്ട് പോകും, ഇതിങ്ങനെ വരും, കണ്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്ക് ദാണ്ട് ഇവിടെ കിടക്കും, ഇതിൻ്റെ ഉണ്ടോ, ഇത് വീട്ടില്ല. അപ്പം ചവിട്ടുന്ന സമയത്ത് ഇത് തിരിയുമ്പം ഇതിങ്ങനെ അകലും, ലൈൻഡർ അകലുമ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കയറി കണക്റ്റ് ആവും. ബെയറിംഗ് ഒന്നും കുഴപ്പമില്ല, നമ്മളിതിൻ്റെ പണിക്കാരനല്ല, പക്ഷേ എൻ്റെ വണ്ടിയുടെ അത്യാവശ്യം പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ടൂ വീലർ ഉള്ളവർ ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് 62, ഇത് ബുള്ളറ്റാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 62.03 ഒരു ബെയറിങ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇതും കുഴപ്പമില്ല. ഇത് തേഞ്ഞ് ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വലത്തെ കാലം അങ്ങോട്ട് വെച്ചതും ഇത് കയറി ഇതിൻ്റെ അകത്തൊരു ബുഷുണ്ട്, അതുമായിട്ട് വെട്ടിപ്പിടിച്ച് തന്നു. നമ്മൾ കാലെടുത്താലും വണ്ടി സ്വന്തം ഇഷ്ടത്തിന് ഒറ്റ പോക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയത്തില്ലയോ, എൻ്റെ വണ്ടി സൂപ്പറാ അല്ലെങ്കിൽ വൃത്തിയായിട്ടാണ് നോക്കുന്നതെന്നൊക്കെ പറയത്തില്ല. ഞാൻ ഒരു അവസ്ഥ കാണിച്ചു തരാമേ. ഞാൻ എൻ്റെ വണ്ടി വൃത്തിയായിട്ട് കഴുകിയൊക്കെയാണ് കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ടയർ ഇളക്കി കഴിഞ്ഞപ്പം എൻ്റെ മൾഗാർഡിലെ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എയറിലാണ് ഗൈസ്, കണ്ടോ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഉണ്ടോ, വൃത്തിയാണ്. പക്ഷെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കുറച്ചാൾ കഴിയുമ്പം ഉണ്ട് തകട. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതാ ഇടയ്ക്കൊക്കെ ഒന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് തകടാകുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് ദ്രവിച്ചു പോയി. പിന്നെ ഇതൊക്കെ പുതിയത് മേടിച്ച് മൊത്തം ബോഡി കംപ്ലീറ്റ് പോകും. അതാണ് മറ്റൊരു പ്രശ്നം. ഇതുണ്ട്, ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. സൈഡ് സ്റ്റാൻഡ് കണ്ടോ അവസ്ഥ, ചെറിയൊരു കനത്തിൽ നിൽക്കുക, ബാക്കിയെല്ലാം പോയി. ഇടയ്ക്കൊന്നും കൊണ്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പ് ആയിരിക്കും. ഇത് നോക്കി, കണ്ടോ. ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഞാൻ സർവീസിന് കൊടുത്തിട്ടില്ല, അതാണ്. കണ്ടോ, എന്തായാലും ടയർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകണം. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.